അസ്സലാമലൈക്കും. എല്ലാവർക്കും നമസ്കാരം. സൈദുൽ ചെറുപ്പശ്ശേരിയുടെ പ്രിയപ്പെട്ട എൻ്റെ ഹബീബിങ്ങൾ എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന പ്രോപ്പർട്ടി പറഞ്ഞാൽ അത് കണ്ടില്ലേ, നമ്മുടെ ആലിപ്പറമ്പ് പഞ്ചായത്തിൽ, മലപ്പുറം ജില്ലയിലെ ആലിപ്പറമ്പ് പഞ്ചായത്തിൽ ഹയർ സെക്കൻഡറി സ്കൂളാണ്. അതായത് ആലിപ്പറം അത് എവിടെയെന്ന് ചോദിച്ചാൽ പെരിന്തൽമണ്ണക്കടുത്ത് ആലിപ്പറമ്പ് പഞ്ചായത്ത് പള്ളിക്കുന്നത്ത് നമുക്ക് നേരെ വരുമ്പോൾ കിട്ടുന്ന ഹയർ സെക്കൻഡറി സ്കൂളാണ്. ഇതിൻ്റെ അവിടുന്ന് ഒരു 250-300 മീറ്റർ, ഇതാ ഈ റോഡിനൊരു 150 മീറ്ററും അവിടുന്ന് ഒരു 100 മീറ്ററും പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടി ആയി. ഇതെന്ന് പറഞ്ഞാൽ പടുകൂറ്റം മരങ്ങളാണ്, വീട് വെക്കാൻ പറ്റിയ സ്ഥലമാണ്. വിലയിലാണെങ്കിൽ വളരെ കുറവാണ്, ചെറിയ വിലയുള്ളൂ. 43.5 സെന്റ് സ്ഥലമുണ്ട്. ഇൻഷാ അല്ലാഹ് ഒന്ന് കണ്ടിട്ട് നമുക്ക് വരാം ഈ റോഡ് ഇങ്ങനെ പോയിട്ട് കേട്ടോ. അപ്പോൾ പ്രിയപ്പെട്ട ഹബീബുകൾ, എന്താണ് ആലിപ്പറമ്പ് സ്കൂളിൻ്റെ അവിടെ നിന്ന് വരുന്ന റോഡ് കേട്ടോ. ഈ റോഡ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ നിങ്ങൾക്ക് പുതിയ പുതിയ വീടുകളൊക്കെ പണിയുന്നത്. ഇതിൻ്റെ തൊട്ടാണ് നമ്മുടെ സ്ഥലം. ഇതാ ഈ വീടിൻ്റെ പുറകുവശത്താണ്. അപ്പോൾ അതിലേക്കുള്ള എൻട്രൻസ് ഇതാ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാ ഇവിടുന്ന് ഒരു 30 മീറ്റർ ഈ റോട്ടും വന്ന് കേട്ടോ. അത് നമുക്ക് കോൺക്രീറ്റ് റോഡാണ്, കുറച്ച് മണ്ണ് റോഡും കുറച്ച് ഭാഗം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാ ഒരു 50 മീറ്റർ മൊത്തം, അതിലൊരു 20-25 മീറ്റർ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാ ഈ റോഡിനാണ് പോകേണ്ടത്. അപ്പോൾ ഞങ്ങൾക്ക് പോയിട്ട് കണ്ടിട്ട് പോരുക പോരെ. അപ്പോൾ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, അതിങ്ങനെ ടാറിങ് റോഡിൽ നിന്ന് വരുന്ന എൻട്രൻസ് ആണ്. അതൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വീടിൻ്റെ മുന്നിൽ ഇവിടെ വീടുകളൊക്കെ നിറയുന്നുണ്ട് കേട്ടോ ആ സൈഡൊക്കെ. പിന്നെ എല്ലാ വിഭാഗക്കാർക്കും താമസിക്കാൻ അനുയോജ്യമായ സ്ഥലമാണ്. ഇവിടെ തൊട്ടപ്പുറത്ത് നമുക്ക് ചെറിയൊരു റബ്ബറും തോട്ടമാണ്. അത് കഴിഞ്ഞാൽ ഉടനെ നല്ല ഫ്രണ്ടേജോട് കൂടിയിട്ട് തന്നെയാണ് ഫുള്ള് തേക്കുകളാണ് നിൽക്കുന്നത്. പ്രിയപ്പെട്ട ഹബീബികൾ കാണണം. ഇത് എവിടെയെന്ന് വെച്ചാൽ ആലിപ്പറമ്പ് പഞ്ചായത്താണ്. ആലിപ്പറമ്പ് പഞ്ചായത്ത് മലപ്പുറം ജില്ലയിലാണ് കേട്ടോ. മലപ്പുറം പഞ്ചായത്തിലാണ്. നമുക്ക് തൂതേന്ന് അങ്ങനെ വരാം, കരിങ്കലത്താളിൽ നിന്ന് ഇങ്ങനെ വരാം, പള്ളിക്കുന്ന് കുറച്ച് താഴത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. ആ സ്കൂളിൻ്റെ അവിടുന്ന് ഒരു 200 മീറ്ററാണ് ദൂരം. 150 മീറ്റർ 200 മീറ്ററാണ് ഇപ്പോൾ ഇതിലേക്കുള്ള ദൂരമുള്ളൂ. വലിയ ദൂരമൊന്നുമില്ല. ഇതവിടെ കാണിച്ചു കൊടുക്ക്, തൊടി ഫുള്ളായിട്ട് ഇവിടുന്ന് കാണിച്ചു കൊടുക്ക്. പിന്നെ നമുക്ക് തൊടിയിലേക്ക് ഒന്ന് കയറാം. ഇവിടെ കമ്പിവേലി കെട്ടിക്കണു, ഗേറ്റ് അവിടെയാണ് കേട്ടോ. ആ തേക്കുകൾ നല്ല തേക്കുകളാട്ടോ. ബാക്കിലേക്കൊക്കെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് തേക്കുകൾ. നമുക്ക് ഉള്ളിൽ കൂടെ ഒന്ന് കയറി വെക്കാം, എന്നാലേ നിങ്ങൾക്ക് തേക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ. പിന്നെ വിത്തുപുര കേട്ടോ. അപ്പം നിങ്ങൾ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ വിത്തുപുരയിലേക്ക് ഏതിലേ പോകുക ചോദിക്കുക, എന്നിട്ട് ഈ സ്ഥലം വന്ന് കാണാം കേട്ടോ. കമ്പിയിലേക്ക് ഇട്ടുണ്ട് കണ്ടോ, ഇതാണ് വിത്തുപുര. അപ്പോൾ ഈ വിത്തുപുര ആലിപ്പറമ്പ് പഞ്ചായത്തിലാണ്, സ്കൂളിൻ്റെ അവിടെയാണ്. ഇതേപോലെ തേക്കുകൾ ഒരുപാടുണ്ട്, വീടുകളുണ്ട് സൈഡിൽ കൂടെ. സൈഡിൽ കൂടെ ഒരു വഴി, നടവഴി പോകുന്നുണ്ട്. ഒരു സൈഡ് റോഡും ഒരു സൈഡ് നടവഴിയുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഇതിൻ്റെ ഉള്ളിലേക്കും കിടക്കണമെങ്കിൽ ഗേറ്റ് അപ്പുറത്താണ്, അന്ന് കണ്ടിട്ട് പോലും. അപ്പോൾ ഇവിടെയാണ് പ്രിയപ്പെട്ട ഹബീബികളെ നമ്മുടെ നടു സെൻറ്റർ കണ്ടില്ലേ. ഇവിടെ ഒക്കെ തേക്കുകളാണ്, മുന്നിലും ബാക്കിലും സെൻറ്ററിലും ഒക്കെ. ഇനി തേക്ക് തോട്ടം കണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ബാക്കിലേക്കാണ് പോകണം. കാരണം ഫുള്ള് ബാക്കിൽ, കാരണം ആ തേക്കെന്ന് കാണിച്ചാൽ നല്ല വലിയ തേക്കാണ്, ചുളി നൂർന്ന് പോയിട്ടുണ്ട്. മൊത്തം ഒരു 10-35-40 തേക്കിൻ്റെ ഉള്ളിലുണ്ട് ആണോ, ചെറുതും വലുതുമായിട്ട്. ഇതിനൊക്കെ വീടുകളാണ് കേട്ടോ. ഈ ഭാഗത്തൊക്കെ വീടുകളാണ്. നമുക്ക് ഈ പൊന്ത പിടിച്ച് കിടക്കുന്നത് കൊണ്ടേ സ്ഥലം ഒരു വ്യക്തമാവില്ല. പക്ഷെ എങ്കിലും നല്ല മണ്ണാണ്, നല്ല സ്ഥലമാണ്. എവിടെ ഒരു ചെറിയൊരു ഭാഗത്ത് ഞാനൊരു നൊരപ്പാറ കണ്ടിട്ടുണ്ട്. ഇവിടെയാണത്. ഇവിടെ ഒരു ചെറിയൊരു പീസ്. അപ്പോൾ അതും കൂടെ നമ്മൾ, കാരണം എന്താ പറയുക, നമുക്കെല്ലാം കാണിച്ചു കൊടുക്കണം, എല്ലാം പറഞ്ഞു കൊടുക്കണം അല്ലേ. ഇതിൻ്റെ തൊട്ടടുത്തൊക്കെ വീടുകൾ തന്നെയാണ്. ബാക്കിലാണെങ്കിൽ അവിടെയൊക്കെ വലിയ വലിയ വളർത്തു വീടുകളാണ്. മൊത്തം 43-44 സെന്റ് സ്ഥലം ഉണ്ട്. അത് നിങ്ങൾ ഓണറായിട്ട് സംസാരിച്ചോളി. വിലയാണെങ്കിൽ ഓണറായിട്ട് സംസാരിച്ചോളിയും. വിലയൊക്കെ നമ്മൾ കമ്മിയാക്കിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. വെറും 60,000 റുപ്യാണ് സെന്റിന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ലാസ്റ്റ് റേറ്റ് അത് പറഞ്ഞിരിക്കുന്നത് ഈ തേക്ക് ഉൾപ്പെടെ 65-70 ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒരു 60,000 റുപ്യ കൊടുത്താൽ കിട്ടും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അത് 65 റുപ്യാണ് റേറ്റ് പറയാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പം നടുമധ്യത്തിന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിലേക്കാണ് പോവുക. അവിടെ കണ്ട ഒരുപാട് കാണാനുണ്ട്. അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ പറയുന്നത് ഇതാണ് നമ്മുടെ അതിരി കേട്ടോ. ഇത് വരണ്ട് ഈ തെങ്ങുകളല്ലേ, ഇവിടെ ഒരു തെങ്ങ്, അവിടെ ഒരു തെങ്ങ്, അവിടെ ഒരു തേക്ക്, ഒരു 40 തേക്ക് ഉണ്ട് കേട്ടോ ടോട്ടല്. ഇത് ഏറ്റവും ബാക്ക് വശമാണ്. ഇതിൻ്റെ അപ്പുറത്തൊക്കെ വീടുകൾ തന്നെയാണ്, യാതൊരു സംശയമില്ല. ആ വീടുകളൊക്കെ കാണിച്ചു കൊടുത്താൽ നല്ല ഹൈപ്പാർട്ടിയുള്ള വീടുകളാണ്. പ്രത്യേകിച്ച് നമ്മുടെ ആലിപ്പറമ്പ് സ്കൂളിൻ്റെ അവിടെയാണ്, ഹയർ സെക്കൻഡറി സ്കൂൾ വരെ അവിടെ ഉണ്ട്. ഇതിനൊക്കെ അടുത്താണ്. ഏറ്റവും ബാക്ക് വശമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് ചെറിയ പൈസയുള്ളൂ, ചെറിയ പൈസ കേട്ടോ. ഇതൊക്കെ വിലപ്പാകുള്ള ഭൂമിയാണ്, അതാണ് നമ്മൾ ചാനലിട്ടിട്ടുണ്ട്. ഇതല്ലേ ഇത് തേക്ക് കാണുന്ന ഹബീബിങ്ങൾ. അവിടെ ഒരു പ്ലാവ് കണ്ടോ, അങ്ങനെയൊക്കെ ഉണ്ട്. ഇങ്ങനെയാണ് സ്ഥലം പോകുന്നത് കണ്ടില്ലേ. അപ്പോൾ അത്യാവശ്യം നല്ല ഇതിൽ തന്നെയാണ് ഈ ബാക്ക് സൈഡ് ഇങ്ങനെ കാണുന്നത് അല്ലേ. എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ കാണണം കേട്ടോ. നല്ല ചുളി നൂർന്ന തേക്കുകളാണ്. നല്ലൊരു സംഖ്യക്ക് തേക്കുണ്ട് ഇതിൽ. ഇതിപ്പോൾ എത്രയെന്നുള്ളത് ശരിക്കും വന്ന ഒരു മരക്കച്ചവടക്കാരെ കാണണം.
അവനറിയുള്ളൂ ഇത് എത്ര ലക്ഷം, 2-3 ലക്ഷത്തിനുണ്ടോ സംശയം എനിക്ക്. പക്ഷെ നമുക്ക് ഈ മരക്കച്ചവടം വലിയൊരു വശമില്ലാത്തതുകൊണ്ടേ അറിയുന്നില്ല. 40 തേക്കുണ്ട്. 40 തേക്കിൽ വലിയ തേക്കുകൾ കുറേ ഉണ്ട് കേട്ടോ. 40 ഇഞ്ചോ 35 ഇഞ്ച് വണ്ണൊക്കെ ഉള്ളത് ഇതല്ലേ. അപ്പോൾ ഈ ബാക്ക് വശത്ത് നിന്നിട്ട് ഇങ്ങനെ കണ്ടില്ലെങ്കിൽ ഇതിനൊക്കെ വീടുകളായിട്ട് അല്ലേ. ഇതൊക്കെ നല്ല വണ്ണുള്ള തേക്കാ. ഇങ്ങനെ ഒരുപാട് തേക്കുണ്ട്. ഒരു 10-40 തേക്ക് ഇതിൽ കാണാനുണ്ട്, ചെറുതും വലുതുമായിട്ട്. ഉണ്ടോ ഹബീബികൾ കാണണം. ഉണ്ടോ ഹബീബിങ്ങളെ കാണിങ്ങൾ തേക്ക്. തേക്കും തോട്ടം എന്നാ അതിൻ്റെ പേര് പറയാം. ഇത് പൊന്ത വെട്ടാത്തതുകൊണ്ടാണ് വൃത്തിയില്ലാത്ത കേട്ടോ. ഇവിടെ നമുക്ക് ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട് നമ്മുടെ അതിരിൽ അല്ലേ. ഇതുവരെ ഇലക്ട്രിക് പോസ്റ്റ് വന്ന് നിൽക്കുന്നുണ്ട്. ബാക്കിലേക്ക് ഇനി വീട് വെക്കുകയാണെങ്കിലും ഇവിടേക്ക് നമുക്ക് കറണ്ട് എടുക്കാനൊക്കെ സുഖമാണ്. പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ എല്ലാ ഭാഗവും നിങ്ങൾക്ക് കാണിച്ചു തന്നു. മുന്നിൽ ഇറങ്ങുന്നിടത്ത് ഒരുപാട് തേക്കുകൾ മരങ്ങൾ മറ്റുള്ളതുണ്ട്. ബാക്കിലേക്കാണ് തേക്കുകൾ കൂടുതൽ അല്ലേ. ഇപ്പം ഏകദേശം കണ്ടില്ലേ നിങ്ങൾ. അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ ഈ സ്ഥലം കണ്ടു, ഇതിൻ്റെ പരിസരം കണ്ടു അല്ലേ. ഇത് ടാറിങ് റോഡിൽ നിന്ന് നേരെ ഒരു 25-30 മീറ്റർ അല്ലെങ്കിൽ ഒരു 50 മീറ്ററിൻ്റെ അടുത്താണ് വണ്ടികളൊക്കെ പോകുന്ന ആ റോഡ്, വലിയ റോഡ്. അതിൻ്റെ തൊട്ടാണ് ഇവർക്ക് ഇറങ്ങാൻ നമുക്ക് ആകെ ഒരു 30 മീറ്ററേ ഉള്ളൂ. പിന്നെ ഈ കാണുന്ന മോഡലൊക്കെ അങ്ങ് കാണിച്ചു തന്നു. ഇതിൻ്റെ അടുത്ത് വീടുകളുള്ളത് കാണിച്ചു തന്നു, എല്ലാം കാണിച്ചു തന്നു. ഇത് എവിടെ വെച്ചാൽ മലപ്പുറം ജില്ലയിലാണ്, ആലിപ്പറമ്പ് പഞ്ചായത്തിലാണ്. ആലിപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പള്ളിക്കുന്നിൻ്റെ അടുത്ത്. ആ സ്കൂളിൻ്റെ അവിടെ നിന്ന് 200 മീറ്റർ അല്ലെങ്കിൽ 250 മീറ്ററേ ദൂരമുള്ളൂ, കൂടുതൽ ദൂരമല്ല. എല്ലാ വിഭാഗക്കാർക്കും താമസിക്കാൻ അനുയോജ്യമായ സ്ഥലമാണ്. ആലിപ്പറമ്പിനെ കുറിച്ച് നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല, പ്രത്യേകിച്ച് മലപ്പുറം ജില്ല. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളോട് പറയുള്ളത് ഇതിന് 70-80 അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടത്. പക്ഷെ നമുക്കൊരു 60 റുപ്യക്ക് മേടിച്ചെടുക്കാം. ഇനി അതിൽ നെഗോഷ്യബിൾ ആക്കരുത് കേട്ടോ. അതിൻ്റെ ഓണറുടെ നമ്പർ ഞാൻ വെക്കുന്നുണ്ട്. കച്ചവടത്തിൽ നമുക്ക് 1% കമ്മീഷനേ ഉള്ളൂ, കാരണം അല്ലാതെ മറ്റുള്ളതൊന്നുമില്ല. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ ചാനൽ കാണുമ്പോൾ ഒന്ന് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ള ഗ്രൂപ്പുകളിലേക്ക് എത്തിക്കണം. 43.5 സെൻറ്റ് സ്ഥലമുണ്ട്. അപ്പോൾ സെൻറ്റ് ഒന്നിക്ക് 60,000 റുപ്യയായിട്ട് നമുക്ക് ഇൻഷാല്ലാ ഇതിൻ്റെ ഓണറായിട്ട് സംസാരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി വാങ്ങാൻ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ നെഗോഷ്യബിൾ ആക്കിയിട്ട് നമുക്ക് മേടിക്കാം. ഇദ്ദേഹം ഇവിടെയല്ല, പാലക്കാടാണ്. അപ്പോൾ ഈ ഭൂമി കാണണമെങ്കിൽ നമ്മളോട് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ വഴി പറഞ്ഞു തരും. നേരെ വരിക, കാണുക കേട്ടോ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബുകളെ, മലപ്പുറം ജില്ലയാണ് പ്രത്യേകം പറയണേ. ഇൻഷാല്ലാ എൻ്റെ ചാനൽ കാണുന്ന ഓരോ ഹബീബുകളും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ള ഗ്രൂപ്പുകൾക്ക് എത്തിക്കണം. കാരണം ഇവിടെയൊക്കെ വീടും സ്ഥലം അന്വേഷിക്കുന്നവരുണ്ടാവും. നല്ല ഏരിയയാണ് മലപ്പുറം ജില്ലയിലെ ആലിപ്പറമ്പ് പഞ്ചായത്ത്. ഇൻഷാല്ലാ എല്ലാവരും ഷെയർ ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ഇതുപോലെ, കാരണം ഒട്ടനവധി നിങ്ങൾ എന്നെ ഷെയർ ചെയ്തിട്ട് 77,000-78,000 സബ്സ്ക്രൈബർ ആയി കഴിഞ്ഞു. മാഷാ അല്ലാഹ്, ഒക്കെ നിങ്ങൾ കാരണമാണ്. വീണ്ടും നിങ്ങളുടെ സഹായം ഞാൻ പ്രതീക്ഷിക്കുന്നു. ഷെയറും മറ്റുള്ള ലൈക്ക്, കമൻറ്റ്, അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ ഉണ്ട്. ഫേസ്ബുക്കിൽ നിന്നൊന്ന് ഷെയർ ചെയ്യുക. കമൻറ്റ് എന്താ വെച്ചാൽ നിങ്ങൾ ഇട്ടോളൂ, യാതൊരു സംശയമില്ല. ഇതൊക്കെ വിലപിടിപ്പുള്ള ഏരിയയിലാണ് കിടക്കുന്നത്. പക്ഷെ ഇത് അർജൻറ്റ് സെയിലായതുകൊണ്ട് 60,000 റുപ്യ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും കുല്ലുക്കും മഹസ്സലാമ.